ധൂർത്തപുത്രൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ജീവിതം താളം തെറ്റിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ചോർന്നുപോയി. പിതാവേ, ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കാനുള്ള ഒരു യോഗ്യതയും എൻ്റെ ജീവിതത്തിലില്ല. ആ അടുത്തുള്ള നന്മകളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ചോർന്നുപോയി. ഇനി നിൻ്റെ വേലക്കാരൻ ഒരുവനെ പോലെ എന്നെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തെറ്റിപ്പോയി കഴിഞ്ഞാൽ സ്വർഗത്തോട് ചേർന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി അപ്പാ എന്ന് പറയാനുള്ള ഒരു തുറവി ഈ ധൂർത്തപുത്രൻ നമുക്ക് മാതൃകയാക്കി നൽകുന്നുണ്ട്. തെറ്റിൽ തന്നെ തുടരുന്നത് മാനസാന്തരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കില്ല. ആ മണ്ണിൽ കിടന്ന് ഉരുളുന്നത് ഒരിക്കലും നമ്മളെ കൃപയിലേക്ക് കൊണ്ടെത്തിക്കില്ല. അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതാണ് ദൈവികം. അവിടെ കിടന്ന് ഉരുളുന്നത് മാനുഷികമാണ്. എന്നാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്, അപ്പാ തെറ്റുപറ്റിപ്പോയി അപ്പാ, ഒരു ദാസനായിട്ടെങ്കിലും എന്നെ ഒന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിൻ്റെ നോവ് അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ തെറ്റുപറ്റിപ്പോയി എന്നുള്ള മാനസാന്തരത്തിൻ്റെ മാറ്റൊലി ആ വാക്കുകളിൽ പ്രകടമാകുന്നില്ലേ? ഈ നോമ്പിൻ്റെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ദിനങ്ങൾ, സ്നേഹമുള്ളവരെ, കൃപയിൽ നിന്ന് ഒരുപാട് അകന്നു പോയെങ്കിൽ അപ്പോൾ ആ സ്നേഹത്തിലേക്ക് എന്നെ ചേർത്ത് പിടിക്കണമേ എന്നുള്ള പ്രാർത്ഥന എനിക്ക് തോന്നുന്നു ഒരു പടി കൂടി നമ്മളെ കൃപയിലേക്ക് കൊണ്ടെത്തിക്കും. ആമേൻ.